ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് MSc മാത്തമാറ്റിക്സ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ ഒരു തിയറം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ ഡെഫിനേഷൻ ആയിരുന്നു പഠിക്കേണ്ടായി. ഇനി നമുക്ക് തിയറംസിന്റെ വരവാണ്. സോ നമുക്ക് തിയറംസ് സൈലോസ് ഫസ്റ്റ് തിയറം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൈലോസ് ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് G be a finite group of order P and let P be a prime number such that P raised to K divides N, then G has a subgroup of order P raised to K. ഒരു പ്രൈം നമ്പർ Pനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് P raised to K ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വല്ല G എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണ് P raised to K എന്നാണ് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we will prove that this theorem by induction on the order of G. നമ്മൾ ഇത് ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് G is equal to P raised to K, then G itself is a subgroup of order P raised to K. Gക്ക് itself ഒരു സബ്ഗ്രൂപ്പ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പിന്നെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ assume that the theorem is true for all groups of order less than modulus of G. എല്ലാ ഇതിനും സെയിം ആയിരിക്കും തിയറത്തിന്റെ വാല്യൂ. അപ്പോൾ ലെറ്റ് മോഡുലസ് ഓഫ് G എന്ന് പറയുന്നത് ഈക്വൽ ടു n ആണെങ്കിൽ P raised to K സ്റ്റാർ m ആയിരിക്കും. അവിടെ വേറെ P does not divides m. P ഒരിക്കലും എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കേസസ് എടുത്ത് നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് കേസ് 1 കൺസിഡർ ചെയ്യാം. കേസ് 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ P does not divide മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് G സെറ്റ് മോഡുലസ് ഓഫ് G എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൺസിഡർ ദി ആക്ഷൻ ഓഫ് G ഓൺ ദി സെറ്റ് ഓഫ് ലെഫ്റ്റ് കോസെറ്റ് സെറ്റ് ഓഫ് G by left multiplication. This action induces a homomorphism psi such that G tends to X എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് G സെറ്റ് ഓഫ് G ആണെന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിയുടെ കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിൻസ് P does not divide മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് G ആണ്. P ഒരിക്കലും സെറ്റ് ഓഫ് Gനെ ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഈ P does not divide the order of the image of side. ഒരിക്കലും സൈഡ് ഇമേജിനെ P does not divided ആണ്. അപ്പോൾ ബൈ ദി ഫസ്റ്റ് ഐസോമോർഫിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഐസോമോർഫിസത്തിനെ കുറിച്ച് പറയുന്നുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂളാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്, ആ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറം എടുക്കുകയാണെങ്കിൽ ദി ഓർഡർ ഓഫ് ദി കേർണൽ ഓഫ് സൈ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ P raised to K ആണ്. അപ്പോൾ സിൻസ് ദി കേർണൽ ഓഫ് സൈ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആൻസർ ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ കേസ് 2 കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കേസ് 2 എന്ന് പറയുന്നത് P ഡിവൈഡ്സ് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് G ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ലെറ്റ് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് G എന്ന് പറയുന്നത് P raised to R സ്റ്റാർ X ആണ്. വേർ P does not divide X. ഇവിടെ P എന്ന് പറയുന്നത് എസിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാണ് ഒരു എലമെന്റ് എക്സിനെ. നമ്മൾ പുറത്തുനിന്ന് വരുന്ന എലമെന്റ് എപ്പോഴും X ആയിരിക്കും. അപ്പോൾ എക്സിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് G എന്ന് പറയുന്നത് ഓഫ് ഓർഡർ P എന്ന് പറയുന്നത് ലെറ്റ് HP ദി സബ് ഗ്രൂപ്പ് ഓഫ് ജനറേറ്റഡ് ബൈ എക്സ്. എക്സിനെ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ H ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. Hനെ നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G എന്ന് പറയാം ബൈ ദി ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈ ദി ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് G by H has a subgroup K by H of order P raised to K minus R എന്ന് എഴുതാം. അപ്പോൾ ദി കറസ്പോണ്ടൻസ് തിയറം K is a subgroup of G order P raised to K ആയിരിക്കും. അപ്പോൾ നമ്മൾ കേസ് 2 P divides സെറ്റ് ഓഫ് G എന്ന് പറഞ്ഞ് ഈ തിയറം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻ ബോത്ത് കേസസ് രണ്ട് കേസിലും വി ഹാവ് ഷോൺ ദാറ്റ് G ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ P raised to K. നമ്മൾ Gക്ക് ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് ഓർഡർ P raised to K ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ രണ്ട് കേസിലും പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെൻസ് ദി പ്രൂഫ് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേസ് 2 നമ്മൾ കണ്ടു. ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെഫിനിഷൻസോ തിയറംസോ കമന്റ് ഇവിടെ വരെ എടുത്തതിൽ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.